ഇന്നിപ്പോൾ ഞാൻ പുതിയ റെസിപ്പി ആയിട്ടൊന്നുമല്ല, ഇതെല്ലാവരും ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സ്വന്തം സാമ്പാർ. ഞാനിവിടെ ട്രൈ ചെയ്യുന്നത് സദ്യ സ്റ്റൈൽ സാമ്പാറാണ്. അപ്പോൾ സദ്യക്ക് നമുക്കറിയാം, ഈ ചോറിൽ സാമ്പാർ ഒഴിച്ചു കഴിഞ്ഞാൽ ആ കഷ്ണങ്ങളെല്ലാം അങ്ങനെ തന്നെ സാധാരണ ഈ തിരക്കുള്ള ദിവസങ്ങളിലെല്ലാം കൂടെ കുക്കറിലിട്ടടിച്ച് നമുക്ക് ഏത് കഷ്ണമാണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റൂല. പക്ഷേ ആ കഷ്ണങ്ങളും ആ കറിയും എല്ലാം കൂടി തിരിച്ചറിയുന്ന വിധത്തിലുള്ളൊരു സാമ്പാർ, അതാണ് ഇന്ന് ഞാനിവിടെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ ഒരു 10-20 മിനിറ്റ് അത് മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. സാധാരണ നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന പൊടികളും പച്ചക്കറിയൊക്കെ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ മുരിങ്ങയ്ക്ക കിട്ടാനില്ലാത്തത് കാരണം ഇവിടെ ഉള്ളതൊക്കെ കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പരിപ്പ് വേകാൻ സമയമെടുക്കും. അതുകൊണ്ട് കുക്കറിലിട്ട് നമുക്ക് പരിപ്പ് ഒരു പകുതി വേവിച്ചെടുക്കാം. ആ പരിപ്പിൻ്റെ കൂടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പകുതി വേവിച്ചെടുക്കണം. ആദ്യം അതിലേക്ക് വേകാൻ കുറച്ച് താമസമുള്ള പച്ചക്കറികളൊക്കെയാണ് ചേർക്കേണ്ടത്. ചേമ്പ്, ചേന അങ്ങനെയുള്ളതൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കോവയ്ക്ക. ഇത്രയും ആദ്യം ആ പകുതി വെന്ത പരിപ്പിൻ്റെ കൂടെ വേവിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ചേർത്തത് വെള്ളരിക്കയും ബീൻസുമാണ്. ഈ വെള്ളരിക്കയും ബീൻസും ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കായം ചേർക്കാം. ഞാൻ കായപ്പൊടിയല്ല ചേർക്കുന്നത്, LGയുടെ കായം കിട്ടും. അതിൻ്റെ ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്ത് നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാം. അത് അതിൽ അലിഞ്ഞ് ചേർന്നോളും. കായപ്പൊടിയേക്കാളും നമുക്ക് ടേസ്റ്റും നല്ല മണവും ഒക്കെ തരുന്നത് കട്ടക്കായമാണ്. അതുകൊണ്ട് നിങ്ങളും മാക്സിമം അത് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഇനി അതിൻ്റെ അവസാന സ്റ്റേജിലേക്ക് വരുവാണ്. നമ്മൾ ഏകദേശം ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്ത് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പിഴിഞ്ഞു വെച്ച പുളിവെള്ളം അതിലേക്ക് ഒഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഉണ്ടാക്കിയ സാമ്പാർ പൗഡറുണ്ട്. ആ സാമ്പാർ പൗഡർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പച്ചക്കറികളായ തക്കാളി, സവോള ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, വഴുതനങ്ങ, അല്ലെങ്കിൽ കത്തിരിക്ക, ഇതെല്ലാം അതിലേക്ക് ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ മുരിങ്ങയ്ക്ക കിട്ടുന്നുണ്ടെങ്കിൽ ആ മുരിങ്ങക്കായും ലാസ്റ്റാണ് ഈ പച്ചക്കറികളുടെ കൂടെയാണ് ചേർക്കേണ്ടത്. ഇനി അത് നോക്കണം, അടച്ചു വെച്ച് വേവിച്ച് അതിന് വെള്ളമില്ലെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ വെണ്ടയ്ക്ക നമുക്ക് ചേർക്കാം. സാധാരണ ചിലർ വെണ്ടയ്ക്ക വഴറ്റിയിട്ടാണ് ചേർക്കുന്നത്. ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല, ഞാൻ ഡയറക്റ്റ് അതിലേക്ക് ചേർക്കുകയാണ്. വെണ്ടയ്ക്ക ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ 2-3 മിനിറ്റ് അതിൽ കൂടുതൽ വേവിക്കാൻ പാടില്ല. വെണ്ടയ്ക്ക പിന്നെ ഒരു വല്ലാത്തൊരു സ്റ്റേജിലായി പോവും. അതുകൊണ്ട് 3 മിനിറ്റിന് ശേഷം തീ അണച്ച് സാമ്പാർ അടച്ചു വയ്ക്കണം. ലാസ്റ്റ് സാമ്പാർ താളിക്കുന്നതാണ്. അത് ഒരു ചെറിയ കടായിലോ അല്ലെങ്കിൽ ഞാനിവിടെ ഒരു വലിയ തവിയാണ് എടുത്തേക്കുന്നത്. അതിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി അതിൻ്റെ കൂടെ കുറച്ച് ഉലുവ ചേർക്കണം, പച്ച ഉലുവ. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും ഇട്ട് അതും മൂത്ത് വരുമ്പോൾ അതെടുത്ത് നമുക്ക് സാമ്പാറിലേക്ക് ചേർക്കാം. എന്നിട്ട് അത് അടച്ചു വയ്ക്കുക. ഞാനിന്ന് രാവിലെ ദോശയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ദോശയും സാമ്പാറുമായിരുന്നു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇഷ്ടമായാൽ എൻ്റെ ഈ ചെറിയ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അധികം താമസിയാതെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ. താങ്ക് യു.